12 ദിവസത്തെ ലീവ് അവസാനിപ്പിച്ച് ഇന്ദുചൂടി വേഗം തൂക്കി പോവുകയാണ്. അതാ പോണു ടാറ്റ ബൈ ബൈ ഒക്കെ തന്നെ. അപ്പോൾ ഏതാണെങ്കിലും നമ്മൾ ലീവോടെ അവസാനിപ്പിച്ചു. ക്രിസ്മസ് ലീവിന് വന്നതായിരുന്നു. 12 ദിവസം കഴിഞ്ഞാൽ നാളെ അങ്കത്തട്ടിൽ ഇറങ്ങല്ലേ. അപ്പോൾ ഏതാണെങ്കിലും ഉമ്മമാക്കൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നമ്മളിന്ന് ഇറങ്ങിപ്പോന്നു കേട്ടോ. അപ്പോൾ അവിടെ തൂര് ടൗണിൽ പോയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്നപ്പോൾ പപ്പാനെ കണ്ടില്ല. പിന്നെ വരവ് കണ്ടാൽ വിചാരിക്കും ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ എന്നൊക്കെ. പക്ഷേ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിൻ്റെ പിറ്റത്തെ ആഴ്ച എന്താണെങ്കിലും നമ്മളവിടെ എത്തും. പിന്നെ എന്താണെന്ന് വെച്ചാൽ വന്നപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇവിടെ ആകെ പൊടി പിടിച്ച് മൂടി കിടക്കിയിരിക്കുന്നില്ലത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ശനി ഞായർ ലീവിന് പോയാൽ തന്നെ ഇവിടെ വരുമ്പോൾ ആകെ പൊടിയിരിക്കും. ഇപ്പോൾ പിന്നെ ഈ പൊടി മാറുന്ന കാലമാണല്ലോ. അപ്പോൾ എന്താണെങ്കിലും പൊടി കയറാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചെന്നേ പാട് ഞാൻ ആകെ ഒന്ന് അടിച്ചൊരു തുടച്ചിട്ടോ. അപ്പോൾ ഫാദിയും കാക്കും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരും വന്നു. ലഗേജുകൾ ഇഞ്ഞുണ്ടായിന്. ലഗേജിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്നതായിരുന്നു. അപ്പോൾ ഒരു വന്നപ്പോഴത്തേന് നമ്മൾ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞതായിരുന്നു. അപ്പോൾ ഏതായാലും ന്യൂനും അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഒരു ട്രോളി ബാഗൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു സൈഡിലൊക്കെ കൊണ്ടുപോയി വെച്ച് ബാക്കിയൊക്കെ പരത്തിട്ടൊക്കെ അത് മാത്രം വൃത്തിയിലെടുത്ത് വെച്ചിട്ടോ. ബാക്കിയൊക്കെ ആ ട്രോളി കൊടുത്തിട്ട് പിന്നെ അതിന് അനാഥപ്രേതം പോലെ അതിനങ്ങനെ കടത്തിയിരുന്നു. ഇത്ര ഡ്രസ്സൊക്കെ വലിച്ചിട്ടിട്ട്. അപ്പോൾ ഒരു ഫാദിൻ്റെ മുടി 12 ദിവസമായി വെട്ടിയിട്ട് ഞങ്ങൾക്ക് മുടി വെട്ടാനായി വെട്ടിയിട്ടില്ല കേസ്. അപ്പോൾ എന്നിട്ട് പോയിട്ട് മുടി വെട്ടിയിട്ടില്ല. കട ലീവാണെന്നും പറഞ്ഞു വന്നു. സമയം 6 മണി കഴിഞ്ഞേനെ. അപ്പോൾ പെട്ടിയിട്ടൊക്കെ വലിച്ചിട്ട് കണ്ട് പിന്നെ ഞാനതൊക്കെ കുറച്ച് നനഞ്ഞ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വിരിച്ചിട്ടിട്ട് ഞാൻ ഒക്കെ ലെവലാക്കി വെക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഓളെ ക്യാമറ 2 ദിവസമായിട്ട് ഓളെ കയ്യിലില്ലായിരുന്നു. ഓളെ പച്ചി പൂരത്തിന് പോയി വന്നപ്പോൾ കൊടുക്കുന്നത്. അതുകൊണ്ടൊരു 4 നക്കല അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ സംഭവം ഉഷാറാണ് കേട്ടോ. അത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഞാനും കൊടുത്ത് ഇങ്ങനെ അടിച്ചു നോക്കും. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ അത് നല്ല അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഓളെ ക്യാമറമല്ല ഷോ ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നിട്ടോ. അപ്പോൾ നമ്മൾ കറി കൊടുത്തയച്ചതുകൊണ്ട് തന്നെ കറി ഉണ്ടാക്കേണ്ടി വന്നില്ല. കുറച്ച് ചോറും വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഇന്നത്തെ അത്താഴം അവസാനിപ്പിച്ചിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അപ്പുറത്ത് ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് പടക്കം പൊട്ടിക്കാന്നാണ് കണ്ട് കുട്ടികൾ പടക്കം വാങ്ങിയത്. അപ്പോൾ അതും പൊട്ടിച്ചിട്ട് കുറച്ച് കച്ചറയും കൂടി അവിടെ കടന്നു നമ്മൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വിശേഷമായി എന്താണ് അടുത്ത വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.